ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മഷ്റൂം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബട്ടർ മഷ്റൂമാണ്. ഇത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ സെൻറ്റർ പോർഷൻസ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ലെയർ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കത്തി കൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലുള്ള ഉള്ളിലുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള പോർഷന് നമുക്കതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഒരു കടായിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമുക്കത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓയിൽ സ്പൈസസും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന 3 സവാള ഇട്ടിട്ട് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്. ഇത് നല്ലപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പട്ട, കറാമ്പ്, ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മസാലാസിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ മഷ്റൂം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് കൂട്ടി കഴിക്കാൻ. ഇതുവരെ മഷ്റൂം കഴിക്കാത്തവരാണ് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ഓളുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.